ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഹെയർ കളർ ഡേ ആണ്. അപ്പോൾ ബിഫോർ 6 months ആണ് ഞാൻ ഹെയർ കളർ അടിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഹെയർ കട്ട് ചെയ്ത് ഗൈസ്. അത് കഴിഞ്ഞ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ തോന്നി. സോ അതുകൊണ്ട് ഞാൻ ഒട്ട് വൈ നോട്ട് ഹെയർ കളർ ചെയ്യാം. സോ ഞാൻ ഇവിടെ എടുക്കുന്നത് പാരഡൈസിന്റെ ചെറി കോക്കാണ്. ചെറി കോക്ക് എന്ന് പറഞ്ഞ കളറാണ്. സോ ഇത് പാക്ക് ഓഫ് 2 ആണ്, 1 ഫോർ മീ ആൻഡ് 1 ഫോർ മൈ സിസ്റ്റർ. സോ ഷി ഹാഡ് നോ ഐഡിയ ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിനാ മാത്രം കളർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ ജസ്റ്റ് എനിക്കൊന്ന് ഷൂട്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. സോ അവളിപ്പോൾ ഇവിടെ ഇല്ല, കുറച്ച് കഴിഞ്ഞ് വരും. അതിന് മുന്നേ ഞാൻ ഇൻട്രോ എടുത്ത് വെക്കാൻ നോക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ആരെയും കാണി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകാം, ഒപ്പം അവളുടെ റിയാക്ഷൻ കാണാം. ഓക്കെ, ഹായ് ശ്രേയ, ഇങ്ങോട്ട് വാ, നമുക്ക് കളർ ചെയ്യാം. യെസ്, വി ആർ ഗോയിങ് ടു കളറിങ്. നീ കളർ ചെയ്യും, ഞാൻ ഷൂട്ട് ചെയ്യും. നോ മാൻ, നമ്മൾ സിസ്റ്റേഴ്സ് ബോണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ കഴിഞ്ഞ 6 മാസം മുന്നേ സിസ്റ്റർ ബോണ്ടാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്താലും അവള് ചെയ്യണം. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോട്ട് കിടക്കാം. ഗൈസ്, നമ്മ പിന്നെയും വന്നിരിക്കുകയാണ്. സോ ഹെയർ കളർ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് 1 ആയിട്ട് ഇതേപോലത്തെ ഒരു പൊട്ട ബനിയൻ എടുത്തിടുക, അല്ലെങ്കിൽ സ്റ്റെയിൻ ആവും. പ്രത്യേകിച്ച് കളറൊന്നും പോവത്തില്ല ഗൈസ്. ഓക്കെ, സോ പാരഡൈസിനെ പറ്റി പറയാനാണെങ്കിൽ ഓക്കെ ഞാൻ പറയാം. പാരഡൈസിനെ പറ്റി പറയാനാണെങ്കിൽ നോ ബ്ലീച്ച് ഇസ് റിക്വയർഡ്. ഓൾസോ വിസിബിൾ ഇൻ ബ്ലാക്ക് ഹെയർ. ബ്ലീച്ച് ഇല്ല, അതുകൊണ്ട് നമുക്ക് മുടിക്കധികം ഡാമേജ് ഉണ്ടാവില്ല അല്ലേ? ഇതിന് അമോണിയ ഇല്ല. അത് പറയാൻ വിട്ടുപോയി. ഇറ്റ്സ് നോ അമോണിയ ആൻഡ് നോ PPD ആൻഡ് നോ. അതെ, അതെവിടെയൊക്കെ ഉണ്ട്, നോക്കി വായിക്കാം. ഞാനിതിപ്പോ ഇനി അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് എന്താ, ബ്രഷ്. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ബ്രഷ് വേണം. ഡെവലപ്പർ കളർ ക്രീം, കളർ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുന്ന ഇപ്പൊ യൂസ് അത് നമ്മളിപ്പോ കളർ കഴുകിക്കളഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന കണ്ടീഷണർ. ഇത് 2 ആഴ്ച കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്ന ഒരു കുഞ്ഞി ഗ്ലൗസ്. ഒരു ലീഫ്ലെറ്റിന്റെ ആവശ്യം നമുക്കില്ല ഗൈസ്. സോ ഒട്ടും ലാഗാക്കണ്ട ഗൈസ്, നമുക്ക് വേഗം കിട്ടും. നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്, ഇതിനകത്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്താ ഇടുന്നത്, ഡെവലപ്പർ. അടുത്തത് എന്താ നമ്മൾ റെഡ് കളറിലെ ഗ്ലോസി ക്രീം, ഇട്ടതാണ്. ഞാൻ ശ്രദ്ധയുടെ ഒരു പരീക്ഷണ വസ്തുവാവാൻ പോവുകയാണ്. ഇവളെപ്പോഴും എന്റെ പരീക്ഷണം. ശ്രദ്ധയുടെ പരീക്ഷണ വസ്തു. ഗൈസ്, നമുക്ക് ഫസ്റ്റ് ഇവളുടെ തിരി. ഓക്കെ ഗൈസ്, ഇവളുടെ ഹെയർ ഞാൻ തേച്ചു കഴിഞ്ഞു. ഇവളുടെ തലയിൽ ഞാൻ തേച്ചിട്ടുണ്ട്. ഇനി എന്റെ തലയാണ് ഗൈസ്. നല്ല ടെൻഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി 30 minutes നമുക്ക് വെയിറ്റ് ചെയ്യണം. 30 to 45 minutes. അത് കഴിഞ്ഞിട്ട് കഴിക്കളയും. എന്തൊക്കെ പറഞ്ഞാൽ ഞാനത് കളർ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഞാനെ കൊണ്ട് എന്നെ കളർ ചെയ്യിപ്പിച്ചു. എനിക്ക് ഇത്തിരി മുടി ഒളിക്ക് എല്ലാം അബ്സോർബായിട്ട് ഒന്നും കാണില്ല. സോ റിസൾട്ട് എന്താണ് എനിക്ക് വലിയ എനിക്ക് തോന്നുന്നു. കാരണം ജസ്റ്റ് ഒരു ടിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെ കളർ ആവില്ല. ബ്ലീച്ച് ഇല്ലല്ലോ ഗൈസ്. സോ ഒരു ടിന്റ് മാത്രമേ. പക്ഷെ എന്നാലും എനിവേസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ഹാഫ് minutes നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ലൈക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഇതിൻ്റെ കുറച്ചും കൂടി ബ്രൈറ്റൺ ആവുക ഗൈസ്. കളർ ചെയ്യില്ല എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ കിടന്ന് ഹട്ടി കളിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു, അവൾക്ക് നല്ല സ്യൂട്ടാവുന്നുണ്ടായിരുന്നു ഈ കളർ ഞങ്ങളുടെ ഹെയറിൽ. ഇത് എൻ്റെ ഹെയറാണ്. അവളുടെ ഹെയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഹെയർ കുറച്ച് കളർ കുറവായ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫൈനൽ റിസൾട്ട് ഇത്രയൊക്കെ അടിപൊളിയായിരിക്കും എന്ന് ഞങ്ങൾ ഓർത്തില്ല ഗൈസ്. സോ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞി ഹെയർ കളർ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ ഒരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.